ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബക്രീദ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും വലിയ പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, എന്താണ് അവരുടെ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു കണക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്ത് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങളുടെ പേരിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നല്ല രീതിയിലുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്ന് കൂടുതൽ ക്ലാരിറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ തിരിച്ചും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നറിയുന്നതിനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തോ കാര്യമായിട്ട് സംസാരിക്കാനായിട്ടുണ്ടാവാം. പക്ഷേ ഇതുവരെ നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ തീർത്തും ഓപ്പൺ അല്ല. എന്തൊക്കെയോ തകരാറുകളോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ഇടയിൽ മറ്റാളുകളുണ്ടാവാം. ഒരു പക്ഷേ അവരായിട്ട് എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേർട്ടൻ നിങ്ങളുടെ ഇടയിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിട്ട് വിസിബിൾ ആവാൻ പറ്റാത്ത എന്തോ ഒരു തടസ്സം നിങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ മനസ്സ് അസ്വസ്ഥമാണ്. ഇവിടെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നില്ല. കാരണം നമ്മളൊരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ ചിലപ്പോൾ ഒരാൾ ഒരു പൊടിക്ക് ഒന്ന് താന്നു നിൽക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്തിൻ്റെയൊക്കെയോ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാനായിട്ടുള്ളൊരു മടിയുണ്ട്. പരസ്പരം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറവാണ് നിങ്ങൾ തമ്മിൽ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്നേഹമുണ്ട്. ഒരുപാട് സ്നേഹമുണ്ടെങ്കിൽ പോലും രണ്ടുപേരും അത്രത്തോളം അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് തയ്യാറല്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങളും തർക്കിക്കുന്നുണ്ടാവാം, ആ ഒരു പേഴ്സൺ തർക്കിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്യുന്നത് ശരിയല്ല എന്നറിഞ്ഞിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരു വഴക്കിന് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവണ്ട എന്ന് കരുതി വിട്ടുകൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയും കാണുന്നില്ല. രണ്ടു പേർക്കും ആ ഒരു എന്താ പറയുക, പറഞ്ഞത് ജയിക്കണം എന്ന് വാശിയുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇടയിലുള്ള മറ്റു വ്യക്തികൾ കാരണമായിരിക്കാം നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇനി അഥവാ കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ പോലും അതൊരു പ്രോപ്പർ കോണ്ടാക്റ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരാൾ മനസ്സ് തുറന്ന് സംസാരിക്കാമെന്ന് വരുമ്പോൾ മറ്റൊരാൾ ചിലപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അത് പ്രതികരിക്കണം എന്നില്ല. അത് വീണ്ടും ഒരു കോംപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഒരു വഴക്കിലോ കലാശിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു കോണ്ടാക്റ്റിലുള്ളൊരു എനർജി അല്ല നമുക്കിവിടെ കാണുന്നത്. രണ്ടുപേരും രണ്ടിടത്ത് തന്നെയാണ്. ആ ഒരു സെപ്പറേഷൻ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തുറന്ന് സംസാരിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ ക്ലിയർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള ഒരു ഇനിഷ്യേഷൻ രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അത്രത്തോളം വിട്ടുകൊടുക്കാത്ത വ്യക്തികളോ ആയതുകൊണ്ടായിരിക്കാം അതിനൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഫീലിംഗ് ആണ്. ഒരുപക്ഷെ ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നതും ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എനർജി തന്നെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങൾ പരസ്പരം കാണുന്നത്. ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ വൈഫായിട്ടോ അത്രത്തോളം ഒരു കമ്മിറ്റ്മെൻറ്റോടു കൂടി കാണുന്ന റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ രണ്ടുപേരും ആ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് തന്നെയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തികളായിരിക്കും രണ്ടുപേരും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റിയിലുള്ള സ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല, ഒരുപാട് മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്. കരിയർ വൈസ് ആയാലും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആയാലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മുഴുവൻ സമയവും മാറ്റി വെക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം.
ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോഴൊക്കെ ഇവർ ബിസിയാണെന്നായിരിക്കാം പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ സമയമില്ല എന്ന് പറയുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ നിങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലായിരിക്കാം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഈഗോ ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് വരുമ്പോൾ നിങ്ങളും കുറച്ച് ബലം പിടിച്ചിരിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങൾ രണ്ടു പേർക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും ഈഗോയുള്ള വ്യക്തികൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് ഒത്തുപോകാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈഗോ എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ ഒരു അത്രത്തോളം പരിഗണിക്കാതൊക്കെ ആകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുന്നുണ്ടാവില്ല. അപ്പോൾ കറൻലി നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തൊക്കെയോ കാര്യം കൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട്. ഭയപ്പെടുക എന്ന് വെച്ചാൽ പേടിച്ച് വിറയ്ക്കുക എന്നുള്ള അർത്ഥമല്ല, നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു ഫിയർ ഉണ്ട് എന്നുള്ളതാണ്. അതിന് പല റീസൺസ് ഉണ്ടാവാം. അതിൻ്റെ കാരണങ്ങളൊന്നും നമുക്കിവിടെ കിട്ടിയിട്ടില്ല, വിസിബിൾ അല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്ന സമയം മുഴുവൻ അവർ നിങ്ങളെ ഓടിച്ചു വിട്ടിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഷോ കാണിച്ചിട്ടുണ്ടാവാം. നിങ്ങളപ്പോൾ ഇനി ഞാനില്ല, നിങ്ങളുടെ പാടായെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് പോന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നതിനായിട്ട് അവർക്ക് ഒരു പേടി തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങളോടൊരു പ്രോപ്പറായിട്ടുള്ള സംസാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തോ ഒരു ഫിയർ നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ് ഇതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ആഗ്രഹമുണ്ടായിട്ടും വരാനായിട്ട് ഭയപ്പെട്ട് നിൽക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അവർ പുറകിലേക്ക് വലിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു കറൻറ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, ഈഗോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമോ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുള്ളൊരു പ്രോബ്ലമോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും രണ്ടു പേർക്കും പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റാത്തപ്പോഴൊക്കെ രണ്ടു പേരും ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഈഗോ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അത് ചിലപ്പോൾ തുറന്ന് സമ്മതിച്ചില്ല എന്ന് വരാം പരസ്പരം. എങ്കിലും നിങ്ങൾ രണ്ടുപേരും കംഫർട്ടബിൾ അല്ല. ഏത് പ്രവൃത്തിയിലാണ് നിങ്ങൾ മുഴുകിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഒരു തരം ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെ സെയിം അവസ്ഥ തന്നെയാണ് ഈ ഒരു പേഴ്സണും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ സെപ്പറേഷൻ കാര്യങ്ങളെല്ലാം രണ്ടുപേരും മനസ്സിരുത്തി ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും അതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷേ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടിട്ടുള്ളതുകൊണ്ട് ആ ഒരു സ്റ്റക്നെസ് രണ്ടുപേർക്കും ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ പരസ്പരം ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്കിടയിൽ നിന്ന് ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തുറന്ന് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം അവിടെ അവസാനിക്കാവുന്ന പ്രോബ്ലമേ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ചിലർക്കൊരു പോസിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഏതെങ്കിലും തരത്തിലൊരു നുണ പറയുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങളത് അറിയിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ നിങ്ങളായിട്ട് ഈ പറഞ്ഞ കാര്യം ഏതെങ്കിലും തരത്തിൽ അറിയാനോ, അല്ലെങ്കിൽ ഇവരോട് ചോദ്യം ചെയ്യാനായിട്ടോ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റക്നെസ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വരാനായിട്ട് ഒരു ഫിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കാം. നിങ്ങളതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഓപ്പണായി ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പറയാനായിട്ട് വാക്കുകൾ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോഴെങ്കിലും ഇവരൊന്ന് ഭയന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് താല്പര്യമുണ്ടായിട്ടും അവരെത്രത്തോളം അറ്റാച്ച്മെൻറ്റ് കാണിക്കാതെ നിൽക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൊട്ടിത്തെറിക്കുന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ റൂഡായിട്ട് പെരുമാറിയാലോ എന്നൊക്കെ ഭയന്നിട്ടായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ച് പേർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനുള്ളൊരു സാഹചര്യം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കറൻറ്റ് ഫീലിങ്സും കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ പോലും പലപ്പോഴായിട്ട് ഇവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്മറീസ് ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഇവരുടെ മൈൻഡിൽ കയറി വരുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഏതൊക്കെയോ രീതിയിലുള്ളൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മിററിങ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി മാത്രമല്ല, നിങ്ങളും ഇവരെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു മിസ്സിങ് ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് തോന്നിയിട്ടുണ്ടാവാം.
ഒരുപക്ഷെ ഇവരുടെ ഒരു ഓർമ്മ ഉണർത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇതേ നെയിമുള്ള പുതിയ ഏതെങ്കിലും വ്യക്തിയെ പരിചയപ്പെടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇവരുടെ പേരുള്ള ഏതെങ്കിലും വണ്ടികളോ അല്ലെങ്കിൽ ഷോപ്പിൻ്റെ പേരോ ഇതൊക്കെ തന്നെ ഇവർക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പല രീതിയിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാൻ ആയിരിക്കാം. ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളും അതേപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഓർമ്മിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പലരും പറയാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഓർമ്മകളൊക്കെ കണ്ടിന്യൂസ്ലി വരുമ്പോൾ അത് മറക്കുന്നതിന് വേണ്ടി വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവാറുണ്ട്. പക്ഷേ അങ്ങനെ ഇൻവോൾവ് ആവുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു ബുക്കാണ് വായിക്കുന്നതെങ്കിൽ പോലും അതിൽ ഈ ഒരു വ്യക്തിയുടെ പേര് വരിക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഷെയർ ചെയ്ത കാര്യങ്ങൾ അതിലൂടെ കാണാൻ സാധിക്കുക. അങ്ങനെ ഒരു തരത്തിലും നമ്മളെ വിട്ടു പോകാനായിട്ട് അനുവദിക്കുന്നില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഏത് ഏജിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും, കുറച്ച് പ്രായവും പക്വതയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ടീനേജേഴ്സിനെ പോലെ ആവാറുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു എന്താ പറയുക, അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടീനേജിൻ്റെ ആ ഒരു സമയത്ത് ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ നമ്മൾ എത്രത്തോളം ആകൃഷ്ടമായിട്ടാണ് അതിലേക്ക് അറ്റാച്ച് ആവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു പേഴ്സൻ്റെ ഓർമ്മയിലായിരിക്കും നമ്മൾ കൂടുതൽ ടൈം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ഡ്രീമിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെയുള്ളൊരു ഫ്രഷ്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഉണ്ടാവുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷനിലിരിക്കുന്ന സമയത്ത് അത്രത്തോളം ആ ഒരു ടീനേജേഴ്സിൻ്റെ അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നത്. അതായത് ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ഫീൽ, അല്ലെങ്കിൽ കാണണമെന്ന് തോന്നുക, ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ആഗ്രഹിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തിൻ്റെ പേരിൽ അടിയായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു കപ്പ് ഓഫ് ലവ് എന്ന് പറയുന്നത് പോലെ അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുമായിട്ട് നന്നായി സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കാനായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരുപാട് റൊമാൻറ്റിക്കായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അവർ നടത്തിയ ആ ഒരു ചോയ്സ് തന്നെയാണ് അവർ തിരഞ്ഞെടുത്താണ് നിങ്ങളെ. അപ്പോൾ ആ ഒരു ചോയ്സ് അത്രത്തോളം ബെസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കൂടെ ഇല്ലാത്തതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവർ കാരണമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷൻ്റെ വക്കിലെത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ആ ഒരു ഈഗോ ആയിരിക്കാം, പരസ്പരം വിട്ടുകൊടുക്കാത്ത സ്വഭാവമായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത്രയും നന്നായിട്ട് അവർ നടത്തിയെടുത്ത ആ ഒരു ചോയ്സ് ഇപ്പോൾ അവരോടൊപ്പം ഇല്ല എന്നുള്ളതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു ലോകത്തിൻ്റെ എവിടെയാണ് നിങ്ങളുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എത്രത്തോളം ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രസൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതിനായിട്ട് നിങ്ങളായിരിക്കാം ചിലപ്പോൾ കൂടുതൽ മുൻകൈ എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവണം, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് മുൻകൈ എടുത്തിട്ടും ഇത് പാളിപ്പോയിട്ടുള്ളൊരവസ്ഥ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണും അതുപോലെ തന്നെ ശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ എന്തിൻ്റെയൊക്കെയോ പേരിൽ ഇത് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. പരസ്പരം ഒരു ഒളിയും മറയൊന്നും ഇല്ലാതെ അത്രത്തോളം ട്രസ്റ്റ് ചെയ്ത് രണ്ടുപേരും പരസ്പരം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം പോലെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇവരെന്തെങ്കിലും മറച്ചു വെക്കുന്നതുകൊണ്ടുള്ളൊരു ഫിയർ ആയിരിക്കാം അവർക്കൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരാനായിട്ട് അകറ്റി നിർത്തുന്നത്. അതുപോലെ തന്നെ ഇവരെന്തോ ഹൈഡ് ചെയ്ത് വെക്കുന്നു, ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് അത്രയും ഓവറായിട്ട് അറ്റാച്ച് ആവാൻ പറ്റാത്തതായിരിക്കാം കാരണം. അങ്ങനെ എന്ത് റീസൺ വേണമെങ്കിലും ആവാം. അപ്പോൾ ഒരു തുറന്ന സംസാരം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരസ്പരം വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, ബ്യൂട്ടിഫുള്ളായിട്ട് പോകേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരും അതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. അത്രത്തോളം സ്നേഹവും ഇഷ്ടമൊക്കെ അവർക്ക് നിങ്ങളോടുണ്ട്. കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ച് അവർക്ക് വേണ്ടി ന്യായീകരിച്ച് പറയുന്നൊരു വ്യക്തി തന്നെ ആയിരിക്കാം. എങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓർമ്മ വരുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതവരെ ഒരുപാട് വിഷമിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടു പേർക്ക് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് തന്നെ നിൽക്കേണ്ടുന്ന വ്യക്തികളാണ്. അതാണ് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. നമുക്ക് ആ വന്നിരിക്കുന്ന മെയിൻ കാർഡ്സും പറഞ്ഞു തന്നിരിക്കുന്നത് അത് തന്നെയാണ്.
ഇതിന് പകരമായിട്ട് നിങ്ങൾ രണ്ട് പേരും എന്ത് വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണത നേടി എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അതുണ്ടാവൂ. അല്ലാത്ത കാലത്തോളം വേറെ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ 15 ആണ്. നമ്പർ 29, മാർച്ച് മന്ത്, മകം നക്ഷത്രം, ആലപ്പുഴ, ചതയം, കാസർഗോഡ്, കൊല്ലം, ലെറ്റർ I, May month, number 31, January month, letter M, number 18, December month, Gemini zodiac sign, number 22, നമ്പർ 26, തൃക്കേട്ട നക്ഷത്രം, നമ്പർ 6, ലെറ്റർ F, നമ്പർ 2, ലെറ്റർ S, നമ്പർ 20, നമ്പർ 13, 13 കേട്ടോ. അശ്വതി നക്ഷത്രം, നമ്പർ 4 ആൻഡ് ഫൈനലി ഉത്രട്ടാതി നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജീസ് ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.